ബംഗ്ലാദേശി ഭീകരരുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഭീകരർ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരം. ലഷ്കർ ഇ തൊയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളാണ് അറസ്റ്റിലായ ഈ ഭീകരർ. അറസ്റ്റിലായ 8 ഭീകരരെയും ഷബീർ അഹമ്മദ് എന്ന ജമ്മുകശ്മീർ സ്വദേശിയാണ് നിയന്ത്രിച്ചത്. ഇയാൾക്ക് ലഷ്കർ തലവൻ ഹഫീസ് സയ്യിദുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന വിവരവും പുറത്തുവന്നു. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ശേഖരിക്കാൻ ഇയാൾ നിർദ്ദേശിച്ചു. അറസ്റ്റിലായ ഭീകരൻ ഉമർ നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. ഷബീറിന്റെ ദില്ലി യാത്രകൾ സ്പെഷ്യൽ സെൽ പരിശോധിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ ഭീകരരെ ഷബീർ ഇന്ത്യയിലേക്ക് കടത്തിയെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് 8 പേരെ ഇന്നലെ ദില്ലി പോലീസ് പിടികൂടിയത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നവരാണിവരെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. വ്യാജ ആധാർ കാർഡുകളടക്കം സംഘടിപ്പിച്ചാണിവർ ഇന്ത്യയിൽ ജോലി നേടിയതെന്നും താമസ സൗകര്യം ഉൾപ്പെടെ തരപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തി. പ്രതികളിൽ നിന്ന് 8 മൊബൈൽ ഫോണുകളും 16 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദില്ലിയിലെ 10 ഇടങ്ങളിൽ ഒരാഴ്ച മുൻപ് പ്രചരിച്ച ഫ്രീ കശ്മീർ പോസ്റ്ററിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഭീകര സംഘത്തിലേക്ക് എത്തിയത്. പാക് ഭീകര സംഘടനയെ പിന്തുണച്ച സാമൂഹിക മാധ്യമങ്ങളിലും ചില സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് ദില്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. നാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.